യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ട് കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു പിസ്സ വീട്ടിലുണ്ടാക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. സോ ഒരു 5 സ്ലൈസസ് ഓഫ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ മാരിനേഷനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗാർലിക് ആൻഡ് സോൾട്ട്, പിന്നെ 2 മുട്ട, പിന്നെ പിസ്സയുടെ ടോപ്പിങ്സ് ആണ് ഇതൊക്കെ. ക്യാപ്സിക്കം, ഓണിയൻ, പിന്നെ കുറച്ച് കോൺ, കാരണം ഇവിടെ അത്ര ആർക്കും ഇഷ്ടമല്ല കോൺ, സോ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. പിന്നെ ചീസ്, പിന്നെ ടോപ്പിങ്സിന് വേണ്ട സാധനങ്ങളൊക്കെ ഇത്. സോ അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ. നമുക്ക് ആദ്യമേ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യാനിടാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനാണ് പിസ്സയ്ക്ക് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്യണം. കുറച്ച് ഒലിവ് ഓയിലാണ് നമ്മൾ ഒട്ടും അതിലില്ലാതെ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നത്. നമുക്കുണ്ടാക്കാം. സോ ഫ്രൈ ചെയ്യണം കേട്ടോ. ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. ഞാനങ്ങനെ ബ്രെഡ് ഫുള്ള് പൊടിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പാലാണ്. നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബേസ് അല്ലേ, അതിന് ഇച്ചിരി ടേസ്റ്റൊക്കെ തോന്നിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. കാരണം ബ്രെഡ് ആയതുകൊണ്ട് അതിന് ഓൾറെഡി ഒരു മധുരവും ഇതൊക്കെ കാണും. ഞാനിവിടെ ഓൾ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഫ്ലോറിൻ്റെ അത്ര മധുരമൊന്നും കാണത്തില്ല. സോ ഞാൻ ഇച്ചിരി ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ നീഡ് ചെയ്ത ഡോ നമുക്കിവിടെ പരത്തി കൊടുക്കാം. സോ നമ്മൾ ബട്ടർ ആട്ടോ യൂസ് ചെയ്യുന്നത്. തടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ പരത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കുറച്ച് പാല് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. കാരണം പരത്തിയിട്ടങ്ങ് നിൽക്കുന്നില്ലായിരുന്നു. ബട്ട് കുഴപ്പമില്ല ഗൈസ്, നമ്മളെങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് എങ്ങനെയോ ആക്കുന്നുണ്ട് കേട്ടോ ഫൈനൽ ലുക്കായിട്ട്. യെസ്, കണ്ടോ ആ ലുക്ക് വന്നിട്ടുണ്ട്. അത്ര കൂടുതലൊന്നും ഇല്ലായിരുന്നു, ഇത്തിരിയേ കൂടിയിട്ടുള്ളൂ. നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇവിടെ ചൂടായിട്ട് അടുപ്പ് ഇരിപ്പുണ്ട്. നമുക്കിനി അടച്ചു വെച്ചിട്ട് ഒരു സൈഡ് വേവിച്ചെടുക്കാം. ടേക്ക് അറൗണ്ട് 10 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. സൈഡപ്പോൾ വെന്ത് വന്നു. നമുക്കിനി നമ്മുടെ പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. പിസ്സ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് സോസും കൂടെ വീട്ടിലുണ്ടാക്കാൻ വന്നു. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് എൻ്റെ വിശപ്പ് അത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യില്ലെന്ന്. സോ നമ്മൾ അതും കൂടെ വാങ്ങിയാണ് വന്നത്. അങ്ങനെ നമ്മൾ പിസ്സ സോസൊക്കെ ഈവൻലി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിങ്സ് ഇട്ട് തുടങ്ങാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. കാരണം പിസ്സ സോസിന് ഇച്ചിരി സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു, അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി. ഇനി നമുക്കെന്നാൽ ഓരോരോ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് തുടങ്ങാം. ഞാൻ ക്യാപ്സിക്കത്തിൽ നിന്ന് അങ്ങ് തുടങ്ങി. ആദ്യം നല്ല ഡിസൈനിലൊക്കെ ഔട്ട്ലൈനൊക്കെ വരച്ചിടാൻ വേണ്ടി തുടങ്ങിയെങ്കിലും പിന്നെ ഞാൻ ഓർത്തു, എന്ത് ഡിസൈൻ, പിസ്സയ്ക്ക് എന്ത് ഡിസൈൻ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് എന്തൊക്കെയോ പോലെ പിന്നെ ഇട്ടു. ഇട്ടിട്ട് വന്നപ്പോഴാണ് മനസ്സിലായി ക്യാപ്സിക്കം ഇത്തിരിയേറെ അരിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. പിന്നെ ശ്രാവൺ അടുത്തെന്ന് പറഞ്ഞു ക്യാപ്സിക്കം മാത്രമായി പോവും ടോപ്പിംഗ് ആയിട്ട്, അതുകൊണ്ട് അടുത്ത ടോപ്പിംഗ് ഇട്ട് തുടങ്ങിക്കോളാം. അങ്ങനെ ഞാൻ സവാള ഇടാൻ തുടങ്ങി. പിന്നെ എൻ്റെ കണ്ണ് ചിക്കനിലോട്ട് പോയോണ്ടാണോന്നറിയില്ല, ഞാൻ കോൺ ഇടാൻ മറന്നേ പോയായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കോൺ എടുത്തിട്ടു. ശ്രാവൺ പറഞ്ഞപ്പോഴാണ് കോണിൻ്റെ കാര്യം ഓർത്തത്. അത് പിന്നെ കുറച്ച് ഉള്ളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇട്ടു. പിന്നെ വേഗം തന്നെ ചിക്കൻ എടുത്തിടാനായിട്ടുള്ള തത്രപ്പാടിലായി. ആവശ്യത്തിലേറെ ചിക്കൻ ഉണ്ടായിരുന്നു. ഒട്ടും വെക്കണ്ടെന്നോർത്ത് ഫുൾ ഇടാനായിട്ടുള്ള പ്ലാനായിരുന്നു.
കുറച്ച് ചിക്കൻ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ഫുള്ള് ടോപ്പിങ്ങിലിട്ട് കേട്ടോ. അത്യാവശ്യത്തിലേറെ ചിക്കൻ ഉണ്ടായിരുന്നു പിzzയ്ക്കകത്ത്. നെക്സ്റ്റ് ഐറ്റം ആണല്ലോ മെയിൻ, ദ ചീസ്. ഞാൻ ജസ്റ്റ് കൈ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ചീസ് എടുത്തു. ഒന്നും നോക്കണ്ട, ചീസ് അങ്ങ് ഇട്ടോളാൻ എന്നുള്ള മൈൻഡിലായിരുന്നു. എൻ്റെ ഒരു ഇടൽ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങിടുമായിരുന്നു കേട്ടോ, ഒന്നും നോക്കിയില്ല. അയ്യവ, ചീസൊക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പിzzയുടെ ലുക്കേ അങ്ങ് മാറിപ്പോയി. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോഴേ എൻ്റെ മൈൻഡിലൂടെ പോയത് ഇച്ചിരി ഒലിവ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ടോപ്പിങ്ങിലൊക്കെ ഇട്ടാൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നേനെ. പിന്നെ ഞാൻ തന്നെ ഓർത്തു, എന്തിനാ വെറുതെ അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതെന്ന്. അങ്ങനെ നമ്മുടെ പിസ്സ അങ്ങനെ ടോപ്പിംഗ് ഒക്കെ ഇട്ടു. ഇനി ഒട്ടും കുറയ്ക്കണ്ട, കുറച്ച് പാസ്ലിയും കുറച്ച് ഒറിഗാനോവും ഒക്കെ ഇപ്പോഴേ അങ്ങ് ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴേ കുറച്ച് തൂവിയൊക്കെ ഇട്ടു. ആക്ച്വലി ഇത് ലാസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു, ബട്ട് എൻ്റെ ഔട്ട് ഓഫ് ദ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ കൈ കിട്ടുന്നതെല്ലാം ഇടുമായിരുന്നു. അങ്ങനെ ഫൈനലി ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്ത് വെച്ച് എല്ലാം ഇട്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം വെക്കാമെന്നുള്ള ഇതിലേക്ക് എത്തി. ടോപ്പിംഗ്സ് എല്ലാം ഇട്ടു, ക്ലോസ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് ചീസ് ഒന്ന് മെൽറ്റ് ആവും കേട്ടോ. ഈ ടൈമിൽ ഫ്ലെയിം ഒരു മീഡിയത്തിലേ ഇടാവുള്ളൂ. So guys, 10 minutes കഴിഞ്ഞു. So I hope എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്താലോ? ഗായ്സ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് കൂടെ കാണിക്കാം കേട്ടോ. കട്ട് ചെയ്താലോ? ചീസൊക്കെ മെൽറ്റായി പിച്ച നല്ല അടിപൊളിയായിട്ട് കിട്ടി. ബട്ട് ഞങ്ങളുടെ ആകെ ഒരു ടെൻഷൻ ഉള്ളിലെ ക്യാപ്സിക്കം ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു. സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു, ബൈ. സോ യാ, അപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. Till then, bye.